ബീന ചേച്ചിയെ ഇവർക്ക് ആശുപത്രി പോയിട്ട് വന്ന പിന്നെ എന്നും കുന്നും തെണ്ണോം തീനോന്ന് പറഞ്ഞ അങ്ങ് കിടത്തയാണ്. എന്താ ചേച്ചി? എന്താ ചേച്ചി കണ്ണ് കാണാൻ വയ്യേ? കണ്ണിലേടി മരുന്ന് ഒഴിക്കുമ്പോഴേ നമുക്കൊരു പോച്ചിലും നീറ്റലൊക്കെ കാണാനൊന്നും പറ്റൂല. അല്ലേ മരുന്ന് ഒഴിച്ച ചേച്ചി? ഇപ്പൊ മരുന്ന് ഒഴിച്ച് അണ്ണനോട് അപ്പൊ കണ്ണി മരുന്ന് ഒഴിച്ചിട്ട് ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയാ ചേച്ചി? ഇല്ല, അണ്ണ ഇപ്പൊ അണ്ണൻ പമ്പി പോയാകുന്നു. ഓ കഞ്ഞിയെല്ലാം വേണോ? കഞ്ഞിയൊന്നും വേണ്ട രാജിയേ. ഓ കണ്ണിന് ഇനി കത്രിക എങ്ങാനും വെക്കേണ്ടി വരും ഒരു ഓപ്പറേഷൻ വേണമെങ്കിൽ. ഇത്രയും ചെറിയ കണ്ണി വല്ല കത്രിക ഒന്നും വെക്കാൻ പറ്റില്ല. ചെറിയ സൂചി വല്ല ആയിരിക്കും ചേച്ചി. പക്ഷെ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. ഇനി ചേച്ചിയെ രാജി ഒറ്റയ്ക്കൊന്നും വിടത്തില്ല, എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ട് കേട്ടാ. നമ്മള് പോയിട്ട് ഫോണൊന്നും വിളിക്കല്ലേ ചേച്ചിക്ക്? ഫോൺ എടുക്കാനൊന്നും പറ്റത്തില്ല. ഇല്ല ചേച്ചി, ഫോണൊന്നും ഞാൻ വിളിക്കത്തൊന്നും ഇല്ല. അന്ന് തിരക്കാൻ മതി കൂടെ കൂടെ. ഓ ഞാൻ ഫോൺ എടുത്ത് വെച്ച് നിന്നെ വിളിക്കാനൊന്നും പറ്റത്തില്ല. ഓ ഓ ഓ ഓ അതെനിക്ക് അറിയാൻ പറ്റുമല്ലോ ചേച്ചി. പിന്നെ ചേച്ചിക്ക് ഇച്ചിരി ബാത്റൂമിൽ വല്ലതും പോണോ ചേച്ചി? വേണ്ട കേട്ടോ, ഞാൻ പോയത് എണ്ണ കൊണ്ടുപോയിട്ട് എന്നെ കിടത്തിയത്. അത് പയ്യനെ പോണമെങ്കിൽ നീ വരണേ, ഇച്ചിരി കഴിയുമ്പോ വരണേ. ഞാൻ പോയി എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഒന്ന് കാട്ടിക്കൂട്ടി വെച്ചിട്ട് ഒന്ന് വരാം. മരിച്ചിട്ട് പറയണ ഞാൻ ഇങ്ങനെ കിടക്കണം. ഓ ഞാൻ പറയാം. നിന്നെ മെമ്പർ വിളിച്ചാടി? ഇല്ല ചേച്ചി, ഇന്നെ കണ്ട്. പക്ഷെ എനിക്കൊന്നും മിണ്ടാൻ പയ്യെന്നൊന്നങ്ങ് പറഞ്ഞാക്കണേ. ഫോൺ വിളിക്കല്ലേ എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. ഓ ഓ ഞാൻ പറയാം കേട്ടാ. ഞാൻ പോട്ടെ ചേച്ചി. ഓ എന്ത് ചേച്ചി? ഞാൻ ആശുപത്രി പോകാൻ പൈസ ഇല്ലാഞ്ഞേടി. എന്റെ കൈ ഇല്ലായിരുന്നു ചേച്ചി സത്യമായിട്ടും. ഞാൻ ഒരാളെ കടം മേടിച്ചോണ്ടാണ് പോയത്. മോള് പേഴ്സിൽ നിർത്ത പൈസ അങ്ങ് വെച്ചിട്ട് പോണേ മോളെ. പേഴ്സിൽ നിർത്ത നിങ്ങൾ കണ്ണ് കണ്ടുകൂടല്ലേ? എങ്ങനെ കാണാൻ പറ്റും? അതെന്താ, എനിക്ക് അഹക്കണ്ണുണ്ടടി, അഹക്കണ്ണ്. നിങ്ങളുടെ അഹക്കണ്ണൊന്നും അല്ല ചേച്ചി. നിങ്ങളെ നീ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അഹക്കണ്ണിലൂടെ നിങ്ങൾ അഹക്കണ്ണൊന്നും അല്ല. ഞാനേ കുമാരി ചേച്ചിയുടെ വീട്ടിൽ നിങ്ങൾ ജോലിക്ക് വരാതിരിക്കാനുള്ള അടവും പിച്ചിലാട്ടോളം നിൽക്കും. ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണ്. ഓ ഇങ്ങനെ കൂടെ നിൽക്കുന്നവന്മാർ ഇങ്ങനെ ചതിക്കരുത് കേട്ടാ. എനിക്ക് ആരുടെ ഒരു രൂപ രാജ്യം ഒട്ടിക്കത്തൂല്ല, എടുക്കത്തൂല്ല, വേണ്ടാൻ താനും. ഞാൻ കഷ്ടപ്പെട്ട് വിയർത്താണ് പണം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കണക്ക് അടവും പിച്ചിലാട്ടവും പിടിച്ചോ എന്റെ പൊന്നേ ദൈവം. എന്തിനിങ്ങനെ മോളെ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടല്ലേ?